ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വയത്തൂർ അമ്പലത്തിലേക്ക് പോയാലോ? അവിടെ ഉത്സവം തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായില്ലേ, അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് അങ്ങോട്ടേക്ക് പോവാന്ന് വിചാരിച്ചു. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 8:30 ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇരുട്ടിയിലെത്തിയപ്പോഴേക്കും ഉണ്ണിയേട്ടനും ഗ്രീഷ്മേച്ചിയും ഞങ്ങളെ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഇവിടെ പോയാലും ഞങ്ങൾ ഒരുമിച്ചാ പോവാറ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നേ. വണ്ടി റോഡ് സൈഡിൽ പാർക്ക് ചെയ്ത് ഞങ്ങൾ അങ്ങോട്ടേക്ക് നടക്കുവാണേ ചെയ്തത്. ഇന്നവിടെ ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നേ, അതുകൊണ്ട് ഞങ്ങൾ നേരെ ഗാനമേള നടക്കുന്ന സ്ഥലത്തേക്കാ പോയത്. അങ്ങനെ അവിടെ കുറച്ചു നേരം നിന്ന് ഞങ്ങൾ ചുമ്മാ കടകളിലൊക്കെ ഒന്ന് കയറി ഇറങ്ങാന്ന് വിചാരിച്ചു പോയി. അപ്പോഴാണ് ഈ ബാഗിന്റെ ഷോപ്പ് കാണുന്നത്. ബാഗുകൾക്കൊക്കെ റേറ്റ് 150 രൂപ മുതലാണേ. ഗ്രീഷ്മേച്ചി ഒന്ന് ബാഗൊക്കെ നോക്കാന്ന് വിചാരിച്ചു. അങ്ങനെ കുറെ ബാഗൊക്കെ നോക്കി. പക്ഷെ ഇതുപോലുള്ള ബാഗ് ഞാൻ അധികം യൂസ് ചെയ്യാത്തതുകൊണ്ട് ബാഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ചുമ്മാ എല്ലാം എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഗ്രീഷ്മേച്ചിയും അതുപോലെ തന്നെ കുറേ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഒന്നും വാങ്ങിയില്ല. അങ്ങനെ അവിടുത്തെ നോട്ടമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത ഷോപ്പിലേക്ക് പോയി. അപ്പോഴാണ് വീണ്ടും ഒരു ബാഗിന്റെ ഷോപ്പ് കണ്ടത്. ഞാൻ നേരെ അങ്ങോട്ടേക്ക് പോയി. അവിടെയും പോയി കുറേ ബാഗൊക്കെ വലിച്ചു വാരിയിട്ട് നോക്കി, പക്ഷെ ഒന്നും എടുത്തൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ ഒരു രസമല്ലേ, ജസ്റ്റ് ഫോർ എന്റർടൈൻമെന്റ്. അങ്ങനെ അതും കഴിഞ്ഞ് അതിലൂടെ നടക്കുമ്പോൾ ഏതോ ഒരാൾ വന്ന് എന്നെ തട്ടിയിട്ടിട്ട് പോയി ഗൈസ്. ഇത്രയും സ്ഥലം അവിടെ നടക്കാനുണ്ടായിട്ട് ഞങ്ങളുടെ ഇടയിൽ കൂടെ തന്നെ അയാൾക്ക് നടക്കണം. അങ്ങനെ ഞങ്ങൾ അടുത്ത ഷോപ്പിലേക്ക് പോയി. പക്ഷേ ഞങ്ങൾ അവിടെ നിന്നൊന്നും വലിച്ചു വാരിയിട്ടില്ല കേട്ടോ. അവിടുന്ന് കുറേ വീഡിയോസൊക്കെ എടുത്തേ ഉള്ളൂ. അങ്ങനെ അതിലൂടെ നടക്കുമ്പോഴാണ് ഇത് കണ്ടത്. കുറേ മിഠായികൾ. പക്ഷെ പണ്ടത്തെ ആ ലുക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ പണ്ടത്തെ ടേസ്റ്റ് ഒന്നും ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ അതൊന്നും വാങ്ങാൻ നിന്നില്ല. ഏട്ടൻ പിന്നെ ഏട്ടന്റെ സ്ഥിരം പരിപാടിയായ മോതിരം നോക്കൽ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ നോക്കി ഞങ്ങൾ പിന്നെയും കുറേ നേരം അതിലൂടെ ചുമ്മാ നടന്നു. പിന്നെ ഗ്രീഷ്മേച്ചി കുറച്ച് കമ്മലൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ നടക്കുമ്പോൾ അവിടെ ഒരു ഗെയിം കണ്ടത്. പിന്നെ ഗെയിം കണ്ട പ്രാന്താണല്ലോ, നേരെ അത് കളിക്കാൻ വേണ്ടി പോയി. എറിയാൻ നിൽക്കുന്നത് കണ്ടാ വിചാരിക്കും ഇപ്പൊ സമ്മാനം കൊണ്ടേ വരുന്ന്. പക്ഷെ ഒന്നും കിട്ടിയില്ല ഗൈസ്. ഒക്കെ കഴിഞ്ഞ് സമയം നോക്കിയപ്പോഴേക്കും 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാന്ന് വിചാരിച്ച് തിരിച്ചു നടന്നു. നടന്ന് കാലൊക്കെ വേദനിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ മതി എന്നായിരുന്നു എനിക്ക്. അപ്പോഴാണ് ഈ ഒരു കുപ്പി കാണുന്നത്. അങ്ങനെ ഗ്രീഷ്മേച്ചി ഉണ്ണിയേട്ടനും കൂടെ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഇരുത്തം കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാനത് നോക്കാൻ വേണ്ടി ഇരുന്നതാണെന്ന്? പക്ഷെ അല്ല ഗൈസ്, നടന്ന് എൻ്റെ കാലും അടുത്തിട്ടിരിക്കുന്ന ഇരിപ്പ. ആ ഒരു ക്ഷീണം മാറ്റാൻ വേണ്ടി അതും വാങ്ങി ഞങ്ങൾ നേരെ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പോയി. അവിടെ ഒരുപാട് ഫ്ലേവർ ഐസ്ക്രീം ഉണ്ടായിരുന്നു. ഞാൻ വാങ്ങിയത് മാംഗോ ആണേ. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പോകുന്ന വഴിക്ക് അന്ന് കയറിയ തട്ടുകടയിലും കയറിയിട്ടുണ്ടായിരുന്നു. അന്നത്തെ അത്ര തിരക്കൊന്നും ഇന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ സമയം ഏകദേശം 12:45 ആയിട്ടുണ്ടേ. ഈ സമയത്തും ഇവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഫുഡിന്റെ കാര്യം പറയാനാണെങ്കിൽ അടിപൊളി ഫുഡാണ്. ഇതല്ലാതെ ഇവിടെ വേറെയും 2 തട്ടുകടകൾ ഉണ്ടെങ്കിലും ഇവിടുത്തെ അത്ര തിരക്കൊന്നും ഞങ്ങൾ അവിടെ കണ്ടിട്ടില്ല. അവിടെ കയറി ഞങ്ങൾ പൂരിയും ഓംപ്ലേറ്റും ചില്ലി ചിക്കനും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പോവാൻ നേരത്ത് ഉണ്ണിയേട്ടൻ്റെ നടു റോഡിൽ നിന്നൊരു ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ അവർ ഫോട്ടോ എടുക്കുവാണേ. ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുവാണേ. സമയം ഇതാ 1:30 ആയിട്ടുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബായ്.